ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 6ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിലെ 8ാമത്തെ പാഠഭാഗമായിട്ടുള്ള ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക് എന്നുള്ള പാഠഭാഗമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ നിങ്ങളുടെ പാർട്ട് 2 ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ ചാപ്റ്ററാണ്. പാർട്ട് 1 എല്ലാ പാഠഭാഗങ്ങളും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള കൂട്ടുകാർ പോയി കാണാം. ബാക്കി എല്ലാ സബ്ജക്റ്റുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് നേരെ പാഠഭാഗത്തിലേക്ക് കിടക്കാം. 8ാമത്തെ പാഠഭാഗം നമ്മൾ പറഞ്ഞു ദക്ഷിണേന്ത്യൻ ചരിത്രത്തിലേക്ക്. ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത് ഏത് ഭാഗമാണെന്ന് കൂട്ടുകാർക്ക് അറിയുന്നുണ്ടാവും അല്ലേ? നമ്മുടെ കേരള, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ് ഇതെല്ലാം ഉൾക്കൊള്ളുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങോട്ടേക്കുള്ള ചരിത്രമാണ്, അഥവാ നമ്മുടെ കേരളത്തെ കുറിച്ചിട്ടുള്ള ചരിത്രമൊക്കെ ഇതിൽ ഇൻക്ലൂഡ് ആവും. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് പഠിക്കാനുള്ളത് എന്നത്. കാറ്റാടിക്കുന്ന് ഗവൺമെൻറ് UP സ്കൂളിലെ കുട്ടികൾ ചരിത്രശേഷിപ്പുകൾ തേടി എന്ന പഠനയാത്രയുടെ ഭാഗമായി തൃശ്ശൂർ ജില്ലയിലെ കണ്ടാണശ്ശേരി, മുനിയാട്ടുകുന്ന്, കുടക്കല്ല് പറമ്പ് എന്നീ പ്രദേശങ്ങളും ശക്തൻ തമ്പുരാൻ മ്യൂസിയവും സന്ദർശിച്ചു. യാത്രയുടെ ഭാഗമായി ലഭിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി റിച്ച് തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഭാഗം പരിചയപ്പെടാം. അപ്പോൾ റിച്ച് തയ്യാറാക്കിയ യാത്രാനുഭവത്തിൻ്റെ ഒരു ഭാഗമാണ് ഇനി നമ്മൾ നോക്കുന്നത്. ചരിത്രശേഷിപ്പുകൾ തേടി ഒരു യാത്ര. റിച്ചു എസ്, ക്ലാസ് 6B, ഗവൺമെൻറ് UPS കാറ്റാടിക്കുന്ന്. നിരപ്പാർന്ന പ്രദേശത്ത് നിന്ന് കുന്നിൻ മുകളിലേക്ക് ചെറിയ കുറ്റിക്കാടുകൾ, ചെങ്കുത്തായ കയറ്റങ്ങൾ, പാറയിടുക്കുകൾ ഇവയെല്ലാം കടന്നായിരുന്നു ഞങ്ങളുടെ യാത്ര. ഈ യാത്ര ഞങ്ങളെ ശരിക്കും അത്ഭുതപ്പെടുത്തി. ശിലകളാൽ നിർമ്മിക്കപ്പെട്ട കുടക്കല്ലുകൾ, തൊപ്പിക്കല്ലുകൾ, മുനിയറകൾ എന്നിവ വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടു. കുട പോലിരിക്കുന്നവ കുടക്കല്ല്, തൊപ്പി പോലുള്ളവ തൊപ്പിക്കല്ലുകൾ, ഗുഹ പോലുള്ളവ മുനിയറകൾ. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന മനുഷ്യരാൽ നിർമ്മിക്കപ്പെട്ടവയാണിവ. ഈ ചരിത്രശേഷിപ്പുകളെക്കുറിച്ച് ടീച്ചർ ഞങ്ങൾക്ക് വിശദമായി പറഞ്ഞു തന്നു. ഇവയെക്കുറിച്ച് കൂടുതൽ അറിയാൻ തൃശ്ശൂർ പട്ടണത്തിലെ ശക്തൻ തമ്പുരാൻ മ്യൂസിയത്തിലേക്ക് ഞങ്ങൾ യാത്രയായി. വിവിധ സ്ഥലങ്ങളിലായി ഞങ്ങൾ കണ്ടതിന് സമാനമായ ശിലാസ്മാരകങ്ങളും ശേഖരങ്ങളും മാതൃകകളും അവയുടെ വിവരണവും മ്യൂസിയത്തിൽ പ്രദർശിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഇത്തരം ശിലാസ്മാരകങ്ങളിൽ നിന്നും ലഭിച്ച ഇരുമ്പായുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, ആഭരണങ്ങൾ, നാണയങ്ങൾ എല്ലാം ഞങ്ങളെ വിസ്മയിപ്പിച്ചു. അപ്പോൾ ഇതാണ് റിച്ചു എഴുതിയ അവൻ്റെ ഒരു യാത്രാനുഭവം എന്ന് പറയുന്നത്. എന്തൊക്കെയാണ് അവിടെ കണ്ടത്, എന്തൊക്കെയാണ് അത് എന്നതൊക്കെ ഇവിടെ പറയുന്നുണ്ട് അല്ലേ? അപ്പോൾ ഇത്തരത്തിലുള്ള യാത്രാ പഠനങ്ങൾ പോയിട്ടില്ലേ, അതിൻ്റെ അനുഭവം എഴുതി അവതരിപ്പിക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒരുപാട് യാത്രകളൊക്കെ പോയിട്ടുണ്ടാവും അല്ലേ? സ്കൂളിൽ നിന്നും വീടുകളിൽ നിന്നൊക്കെ പോയിട്ടുണ്ടാവും. അപ്പോൾ അവയുടെ അനുഭവമൊക്കെ നിങ്ങളിങ്ങനെ എഴുതാറുണ്ടോ? ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? എഴുതി വെക്കുന്നത് നന്നായിരിക്കും. ഏതെല്ലാം ചരിത്രശേഷിപ്പുകളെ കുറിച്ചാണ് ഈ റിച്ചു തൻ്റെ യാത്രാനുഭവത്തിലൂടെ വിവരിക്കുന്നത്? എന്തിനൊക്കെ കുറിച്ച് പറയുന്നുണ്ട്? കുടക്കല്ല്, മുനിയറ, തൊപ്പിക്കല്ല് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് അല്ലേ? എന്താണ് അതെന്നും കൂടെ റിച്ചു പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് ചരിത്രശേഷിപ്പുകളെ പറ്റി കൂടുതൽ ഒരു അന്വേഷണമാണ് നടത്താൻ വേണ്ടി പോകുന്നത്. ആദ്യം നമ്മൾ പോകുന്നത് മഹാശിലായുഗത്തിലേക്കാണ്. നമ്മൾ കേട്ടിട്ടുണ്ടാവും മഹാശിലായുഗം എന്നൊക്കെ അല്ലേ? അപ്പോൾ കരിങ്കല്ലിലും ചെങ്കല്ലിലും നിർമ്മിച്ച കുടക്കല്ല്, തൊപ്പിക്കല്ല്, മുനിയറകൾ തുടങ്ങിയവയാണ് മഹാശില സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, അഥവാ മെഗാലിത്തിക് മോണുമെന്റ്സ് എന്ന് പറയുന്നു. ഇവ ശിലകൾ കൊണ്ടോ ശിലപാളികൾ കൊണ്ടോ നിർമ്മിച്ചിരുന്നതിനാലാണ് ഇവയെ മഹാശിലാസ്മാരകങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിക്കപ്പെട്ട കാലഘട്ടം മഹാശിലായുഗം അഥവാ മെഗാലിത്തിക് ഏജ് എന്ന് നമ്മൾ പറയാറുണ്ട്. ഇനി മഹാശിലായുഗത്തിൻ്റെ തെളിവുകൾ ദക്ഷിണേന്ത്യയുടെ മിക്ക ഭാഗങ്ങളിലും കാണപ്പെടുന്നു. കേരളത്തിൽ മറയൂർ, ചേരമങ്ങനാട്, കുപ്പക്കൊല്ലി, മങ്ങാട്, തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂർ, കർണാടകയിലെ ബ്രഹ്മഗിരി, ആന്ധ്രാപ്രദേശിലെ നാഗാർജുനകൊണ്ട തുടങ്ങിയ പ്രദേശങ്ങൾ ദക്ഷിണേന്ത്യയിലെ പ്രധാന ശിലായുഗ കേന്ദ്രങ്ങളാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ദക്ഷിണേന്ത്യയിൽ കാണപ്പെടുന്ന പ്രധാനപ്പെട്ട മഹാശിലായുഗ കേന്ദ്രങ്ങൾ. ഇനി ദക്ഷിണേന്ത്യയെക്കുറിച്ച് ഇവിടെ പറയുന്നുണ്ട്. ഇന്ത്യയുടെ തെക്കൻ സംസ്ഥാനങ്ങളായിട്ടുള്ള കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, തെലങ്കാന എന്നിവയും കേന്ദ്രഭരണ പ്രദേശങ്ങളായ പുതുച്ചേരി, ലക്ഷദ്വീപ് എന്നിവയും ഉൾപ്പെടുന്ന ഭാഗമാണ് ദക്ഷിണേന്ത്യ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ദക്ഷിണേന്ത്യ എന്താണെന്ന് ആദ്യം നിങ്ങൾ പഠിച്ച് മനസ്സിലാക്കി വെക്കുക, ഏതൊക്കെ പ്രദേശങ്ങളാണെന്ന്. ദക്ഷിണയിൽ കാണപ്പെടുന്ന മഹാശിലായുഗ സ്മാരകങ്ങൾ ഏതൊക്കെയാണെന്ന് നമ്മൾ പരിചയപ്പെട്ടു. ഇനി മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് തൊപ്പിക്കല്ല്, മുനിയറ, കുടക്കല്ല്, കല്ലറ, നാട്ടുകല്ല് ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സ്മാരകങ്ങൾ എന്ന് പറയുന്നത്. ഇനി മഹാശിലാ സ്മാരകങ്ങൾ പ്രാചീന കാലത്തെ ശവസംസ്കാര രീതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൃതശരീരാവശിഷ്ടങ്ങൾ അടക്കം ചെയ്യുന്നതിനാണ് ഇത്തരം ശിലാസ്മാരകങ്ങൾ നിർമ്മിച്ചിരുന്നത്. മഹാശിലാസ്മാരകങ്ങളിൽ നിന്ന് ഇരുമ്പായുധങ്ങൾ ധാരാളമായി കണ്ടെത്തിയതിനാൽ ഈ കാലഘട്ടത്തെ ഇരുമ്പ് യുഗം എന്നും അറിയപ്പെടുന്നു. ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അവ ഉപയോഗിച്ചിരുന്ന
ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ എന്നിവയും മഹാശിലാസ്മാരകങ്ങളിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവർ പ്രധാനമായിട്ടും ശവസംസ്കാരത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലുള്ള സംഭവങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇനി ദക്ഷിണേന്ത്യയിലെ മഹാശിലാസ്മാരകങ്ങളുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന വർക്ക്ഷീറ്റ് പൂർത്തിയാക്കുക. നമ്മളിപ്പോൾ പഠിച്ച കാര്യങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. ഒന്ന്, പ്രധാന മഹാശിലാസ്മാരക കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? കേരളത്തിലാണെങ്കിൽ മറയൂർ, തമിഴ്നാട് ആദിച്ചനെല്ലൂർ, ആന്ധ്രാപ്രദേശിലേക്ക് വരുമ്പോൾ നാഗാർജുനകൊണ്ട, കർണാടകയിൽ ബ്രഹ്മഗിരി. ഇനി ദക്ഷിണേന്ത്യയിലെ പ്രധാന മഹാശിലാ സ്മാരകങ്ങൾ ഏതൊക്കെയാണ്? കുടക്കല്ല്, തൊപ്പിക്കല്ല്, നട്ടുകല്ല്, അതുപോലെ തന്നെ മുനിയറ, ഇതൊക്കെയാണ്. ഇനി ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന വസ്തുക്കൾ ഏതൊക്കെയായിരുന്നു? അത് പറയുന്നുണ്ട്. ആഭരണങ്ങൾ, ആയുധങ്ങൾ, ഉപകരണങ്ങൾ, പാത്രങ്ങൾ, നാണയങ്ങൾ, ഇതൊക്കെയാണ് ശരീരാവശിഷ്ടങ്ങൾക്കൊപ്പം അടക്കം ചെയ്തിരുന്ന സംഭവങ്ങൾ എന്ന് പറയുന്നത്. ഇനി ദക്ഷിണേന്ത്യയിലെ ഇരുമ്പ് യുഗത്തെക്കുറിച്ചാണ് പറയുന്നത്. അടുത്തത് ശിലായുഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇരുമ്പ് യുഗമാണ് നമ്മൾ നോക്കുന്നത്. ഇരുമ്പ് യുഗത്തിൽ ഉപയോഗിച്ചിരുന്ന വ്യത്യസ്ത ആകൃതിയിലും വലിപ്പത്തിലുമുള്ള ആയുധങ്ങളുടെയും ഉപകരണങ്ങളുടെയും ചിത്രം നിരീക്ഷിക്കൂ. ഇരുമ്പ് കൊണ്ട് നിർമ്മിച്ച കത്തി, വാൾ, അരിവാള്, കുന്തമുന, മുക്കാലിപീഠം, വിളക്കുകൾ മുതലായവ ഇതിൽ ഉൾപ്പെടുന്നു. ഇരുമ്പിന്റെ ഉപയോഗം മഹാശിലായുഗത്തിലെ കാർഷിക പുരോഗതിക്ക് സഹായകമായി. ഭക്ഷണ ശേഖരത്തിൽ നിന്നും ഭക്ഷ്യോൽപാദനത്തിലേക്കും പുരോഗമിച്ച ഒരു ജനതയുടെ നിർമ്മിതിയാണ് മഹാശിലാ സംസ്കാരം എന്ന് പറയുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും ഇരുമ്പ് കണ്ടുപിടിച്ചതോടു കൂടിയിട്ട് മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് നമ്മൾ ചരിത്ര ശേഷിപ്പുകളെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിച്ചതാണ്. കാരണം ഇരുമ്പ് കണ്ടെത്തിയതോടു കൂടിയിട്ട് ഇപ്പോൾ പറയുന്ന ഈ അരിവാള്, കത്തി, കുന്തമുന തുടങ്ങിയ ഒരുപാട് സംഭവങ്ങൾ അവർ കണ്ടുപിടിച്ചു. അതോടുകൂടിയിട്ട് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റി? മണ്ണ് കുഴിക്കാനും വളരെ ഈസി ആയിട്ട് മൃഗങ്ങളെ വേട്ടയാടാനും കൃഷി ചെയ്യാനും ഒക്കെ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ തമിഴ്നാട്ടിലെ ആദിച്ചനെല്ലൂരിൽ നിന്നും കണ്ടെത്തിയ ഇരുമ്പായുധങ്ങളുടെ ഉപകരണങ്ങളുടെയും ചിത്രമാണ് ഇവിടെ ഈ ഒരു ചിത്രത്തിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. ഇനി ദക്ഷിണേന്ത്യയിലെ രാഷ്ട്ര രൂപീകരണം എന്ന് പറയുന്നത് എങ്ങനെയാണ് നോക്കൂ. പ്രധാനമായിട്ടും ഇവിടെ 3 വിഭാഗങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ചേരർ, പാണ്ഡ്യർ, ചോളർ, ഇവരായിരുന്നു ഉണ്ടായിരുന്നത്. അതിൻ്റെ തലസ്ഥാനം അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ചേരരുടെ വഞ്ചി, ചോളരുടെ ഉറയൂര്, പാണ്ഡ്യരുടെ മധുരൈ, ഇതൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇനി ഭൂപടം നിരീക്ഷിക്കൂ. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന പ്രദേശങ്ങൾ ഇന്ന് ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണെന്ന് കണ്ടെത്തൂ. എവിടൊക്കെയാണ്? കർണാടകം, തമിഴ്നാട്, കേരളം, ആന്ധ്രാപ്രദേശ്, ഇവിടൊക്കെയാണ് ഉള്ളത്. ഭൂപടത്തിൽ നിറം നൽകിയിരിക്കുന്ന ദക്ഷിണേന്ത്യൻ പ്രദേശം പ്രാചീന കാലത്ത് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. അപ്പോൾ നമ്മൾ കേരളവും അതുപോലെ തന്നെ തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഇതൊക്കെ പണ്ട് തമിഴകം എന്ന പേരിലാണ് അറിയപ്പെട്ടത്. ഇനി പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന ചരിത്ര സ്രോതസ്സുകളാണ് പഴന്തമിഴ് പാട്ടുകൾ എന്ന് പറയുന്നത്. നാണയങ്ങൾ, സഞ്ചാരക്കുറിപ്പുകൾ, ലിഖിതങ്ങൾ മുതലായവ. ഇവയിൽ ഏറ്റവും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുന്നത് പഴന്തമിഴ് പാട്ടുകളുടെ സമാഹാരമായ സംഘസാഹിത്യ കൃതികളിൽ നിന്നാണ്. അപ്പോൾ തമിഴകം എന്ന് പറയുന്ന ഈ ഒരു ഭൂപ്രദേശത്തെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും അധികം ലഭിക്കുന്നത് ഈ ഒരു പഴന്തമിഴ് പാട്ടുകളിൽ നിന്നാണ്. ഇനി സംഘസാഹിത്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. യാതും ഊരെ യാവരും കേളിർ, തീതും നെൻറ്റും പിറർ തര വാര, പുറനാനൂര്. എല്ലാം നമ്മുടെ നാട് തന്നെയാണ്, എല്ലാവരും നമ്മുടെ സഹോദരങ്ങളാണ്, തിന്മയോ നന്മയോ ഒന്നും തന്നെ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതല്ല. അതാണ് അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പോൾ സംഘസാഹിത്യ കൃതിയായ പുറനാനൂരിലെ വരികളാണ് മുകളിൽ നൽകിയിരിക്കുന്നത്. മധുര കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന തമിഴ് കവികളുടെ കൂട്ടായ്മയായിരുന്നു സംഘങ്ങൾ എന്ന് പറയുന്നത്. ഈ സംഘങ്ങൾ അന്നത്തെ ഗായകരുടെ പാട്ടുകൾ ശേഖരിച്ച് സൂക്ഷിച്ചിരുന്നു. അതിനാൽ ഈ പാട്ടുകൾ സംഘം കൃതികൾ എന്നും ഈ കാലഘട്ടത്തെ സംഘം കാലം എന്നും അറിയപ്പെടുന്നു. പുറനാനൂര് പോലെ നിരവധി സാഹിത്യകൃതികൾ സംഘകാലഘട്ടത്തിൽ രചിക്കപ്പെട്ടിരുന്നു. അവയിൽ ചില പ്രധാന കൃതികളെ നമുക്ക് പരിചയപ്പെടാം. അതിനെക്കുറിച്ചാണ് താഴെ പറയുന്നത്. അപ്പോൾ എന്താണ് സംഘം കൃതികൾ എന്നുള്ളത് ഒന്നും കൂടെ പറയുന്നുണ്ട് ഇവിടെ. സംഘം കൃതികളെ പൊതുവിൽ അകം പാട്ടുകൾ എന്നും പുറം പാട്ടുകൾ എന്നും രണ്ടായി തിരിച്ചിട്ടുണ്ട്. കുടുംബജീവിതത്തെയും സാമൂഹ്യ ജീവിതത്തെയും പരാമർശിക്കുന്നവയാണ് അകം പാട്ടുകൾ എന്ന് പറയുന്നത്. സാമ്പത്തികവും രാഷ്ട്രീയവും സൈനികവുമായ ജീവിതത്തെ പരാമർശിക്കുന്നവയാണ് പുറം പാട്ടുകൾ എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് സംഘം കൃതികൾ? ഒന്ന് കുറുന്തൊക്കൈ, നറ്റിണൈ, അകനാനൂര്, പതിറ്റുപത്ത്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സംഘസാഹിത്യ കൃതികൾ. അപ്പോൾ സംഘസാഹിത്യ കൃതികൾക്ക് പുറമെ പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന മറ്റ് തമിഴ് സാഹിത്യ കൃതികളാണ് തിരുക്കുറൽ, ചിലപ്പതിക്കാരം, മണിമേഖല തുടങ്ങിയവയെല്ലാം. ഇനി ഇവിടെ പറയുന്നുണ്ട് എന്താണ് തിരുക്കുറൽ എന്ന് പറഞ്ഞാൽ. തമിഴ് സാഹിത്യത്തിലെ അനശ്വര കൃതികളിലൊന്നാണ് തിരുക്കുറൽ എന്ന് പറയുന്നത്. തിരുവള്ളുവർ ആണ് ഈ ഗ്രന്ഥത്തിൻ്റെ രചയിതാവ്. അടുത്തത് ചിലപ്പതികാരമാണ്.
കണ്ണങ്കിയുടെയും കോവലൻ്റെയും കഥ പറയുന്ന ചിലപ്പതികാരം രചയിതാവ് ഇളങ്കോ അടികളാണ്. അടുത്തത് മണിമേഖല. കോവലൻ്റെയും മാധവിയുടെയും മകളായ മണിമേഖലയുടെ കഥ പറയുന്ന കൃതിയാണ് മണിമേഖല. ചീത്തലൈ ചാത്തനാറാണ് മണിമേഖല രചിച്ചത്. ഇനി പ്രാചീന തമിഴകത്തെക്കുറിച്ച് വിവരം ലഭിക്കുന്ന പ്രധാന സ്രോതസ്സുകൾ പട്ടികപ്പെടുത്തുക. എന്തൊക്കെയാണ്? സംഘം കൃതികൾ, തിരുക്കുറൽ, ചിലപ്പതികാരം, മണിമേഖല, ഇതൊക്കെയാണ്. ഇനി സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്നതാണ് അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. സംഘകൃതികൾ ഉൾപ്പെട്ട പഴന്തമിഴ് പാട്ടുകളിൽ പ്രാചീന തമിഴകത്തെ ജനജീവിതത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നുണ്ട്. സാമൂഹിക ജീവിതം, കൃഷി, കാലിമേയ്ക്കൽ, ഉപ്പുകുറുക്കൽ, വിഭവങ്ങളുടെ കൈമാറ്റം എന്നിവയെക്കുറിച്ചെല്ലാം ഈ പാട്ടുകളിൽ പരാമർശമുണ്ട്. സംഘകാലത്തെ സാമൂഹിക സാമ്പത്തിക ജീവിതത്തിലെ സവിശേഷതകൾ എന്തൊക്കെയാണ് നമുക്ക് പരിശോധിക്കാം. എന്തൊക്കെയായിരുന്നു സാമൂഹിക ജീവിതം എന്ന് പറയുന്നത്? തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നു. സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. ഇങ്ങനെയായിരുന്നു അവിടുത്തെ സാമൂഹികമായിട്ടുള്ള ജീവിതം എന്ന് പറയുന്നത്. ഇനി സാമ്പത്തിക ജീവിതമാണെങ്കിൽ കൃഷിയായിരുന്നു പ്രധാന ഉപജീവന മാർഗം. കന്നുകാലി മേയ്ക്കൽ, മീൻപിടുത്തം, വേട്ടയാടൽ എന്നിവ മറ്റു ഉപജീവന മാർഗങ്ങളായിരുന്നു. അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളുമായി വ്യാപാര ബന്ധം നിലനിന്നിരുന്നു. കുരുമുളകും മറ്റ് സുഗന്ധ വ്യഞ്ജനങ്ങളുമായിരുന്നു പ്രധാനമായും വിദേശികൾ വാങ്ങിയിരുന്നത്. ചെമ്പ്, വെള്ളി, സ്വർണം മുതലായവ അവർ ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നു. ഇനി സംഘകാല സാമൂഹിക ജീവിതത്തെ സമകാലിക സാമൂഹിക ജീവിതവുമായി താരതമ്യം ചെയ്ത് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ വേണ്ടി നമ്മളെടുത്ത് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിനെ രണ്ടിനെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു കുറിപ്പ് പോലെ എഴുതി നോക്കാം. സംഘകാല സാമൂഹിക ജീവിതം സമകാലിക ജീവിതത്തിന് സമാനമായിരുന്നുവെന്ന് പറയാം. സംഘകാല സാമൂഹിക ജീവിതത്തിൽ തൊഴിലിനെ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക വിഭജനം നിലനിന്നിരുന്നു. സാമൂഹികമായ വേർതിരിവുകൾ ഉണ്ടായിരുന്നില്ല. അതേസമയം സ്ത്രീ പുരുഷ സമത്വം നിലനിന്നിരുന്നു. തൊഴിലിനെയോ മറ്റ് ഘടകങ്ങളെയോ അടിസ്ഥാനമാക്കിയുള്ള വേർതിരിവുകൾ ഇന്നത്തെ സമൂഹം അംഗീകരിക്കുന്നില്ല. ആധുനിക സമൂഹം എല്ലാ മേഖലകളിലും സ്ത്രീകളുടെ പങ്കാളിത്തം ഉറപ്പാക്കിക്കൊണ്ട് സ്ത്രീ പുരുഷ സമത്വം നിലനിർത്തിയിരുന്നു. അപ്പം അങ്ങനെയാണ് അന്നത്തെ ജീവിതവും ഇന്നത്തെ ജീവിതവും തമ്മിലുള്ള ഒരു എന്താ പറയുക താരതമ്യം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ തിണകളെ കുറിച്ചിട്ടാണ് നോക്കാൻ വേണ്ടി പോകുന്നത്. ഭൂപ്രകൃതിയെ അടിസ്ഥാനമാക്കി പ്രാചീന തമിഴകത്തിൽ 5 ഭൂവിഭാഗങ്ങൾ നിലനിന്നിരുന്നതായി സംഘം കൃതികളിൽ പരാമർശിക്കുന്നു. ഇവ എന്തിണകൾ എന്ന് അറിയപ്പെടുന്നു. ഓരോ തിണയിലെയും ജനങ്ങളുടെ ജീവിത രീതിയും ഉപജീവനവും തിണകളുടെ ഭൂമിശാസ്ത്ര സവിശേഷതകൾക്കനുസരിച്ച് വ്യത്യാസമായിരുന്നു. അപ്പോൾ ഏതൊക്കെയായിരുന്നു തിണകൾ എന്ന് പറയുന്നത്? കുറിഞ്ചി, മുല്ലൈ, പാലൈ, മധുരം, നെയ്തൽ, ഇതായിരുന്നു തിണകൾ ആയിട്ടുണ്ടായിരുന്നത്. ഇനി ഭൂമിശാസ്ത്രമായിട്ടുള്ള അവരുടെ സവിശേഷത, കുറിഞ്ചിയാണെങ്കിൽ കാട് മലയായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ഉപജീവന മാർഗം എന്ന് പറയുന്നത് വനവിഭവ ശേഖരണവും വേട്ടയാടലുമായിരുന്നു. കാരണം കാട് മല ഇവിടെ അത് മാത്രമേ അവർക്ക് നടക്കുകയുള്ളൂ. ഇനി മുല്ലൈ എന്ന് പറയുന്നത് പുൽമേടുകൾ അതുപോലെ തന്നെ കുറ്റിക്കാടുകളായിരുന്നു. അവിടെ കന്നുകാലി മേയ്ക്കലായിരുന്നു ഉപജീവന മാർഗം. പാലൈ എന്ന് പറയുന്നത് വരണ്ട പ്രദേശമാണ്. അതുകൊണ്ട് തന്നെ അവിടെ എന്താണ് കൊള്ളയും കവർച്ചയുമായിരുന്നു അവർ നടത്തിയിരുന്നത്. മരുതം എന്ന് പറയുന്നത് വയൽ പ്രദേശമാണ്. കൃഷിയായിരുന്നു അവരുടെ ഉപജീവനം. നെയ്തൽ എന്ന് പറയുന്നത് തീരപ്രദേശമാണ്. അതുകൊണ്ട് തന്നെ മീൻപിടുത്തവും ഉപ്പുകുറുക്കലുമായിരുന്നു അവരുടെ ഉപജീവനം എന്ന് പറയുന്നത്. ഇനി ഓരോ തിണയിലും ഉൽപ്പാദിപ്പിച്ചിരുന്ന വിഭവങ്ങൾ മറ്റു തിണകളുമായി കൈമാറ്റം ചെയ്യപ്പെട്ടിരുന്നു. ഇത്തരം വിഭവ കൈമാറ്റം വ്യാപാര കേന്ദ്രങ്ങളുടെ രൂപീകരണത്തിലേക്ക് നയിച്ചു. ഈ വ്യാപാര കേന്ദ്രങ്ങൾ അങ്ങാടികൾ എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങാടികൾ എന്ന് പറയുന്നത് പ്രാചീന തമിഴകത്തെ അങ്ങാടികളാണ്. അല്ലലാവണം, നാളങ്ങാടി, അല്ലലാവണം അന്തിച്ചന്തയും നാണങ്ങാടി പകൽ ചന്തയുമായിരുന്നു. തിണകളിലെ ദൈനംദിന ആവശ്യങ്ങൾക്കുള്ള സാധനങ്ങൾ ഇവിടെ കൈമാറ്റം ചെയ്തിരുന്നു. ഓക്കെ, പ്രധാനമായിട്ടും ഈ 2 രീതിയിലുള്ള അങ്ങാടികളായിരുന്നു നിലനിന്നിരുന്നത്. ഇനി തിണകളുടെ പേരുകൾക്കനുസരിച്ച് 5 ഗ്രൂപ്പുകളായി നിങ്ങൾ തിരിയുക. എന്നിട്ട് അവരുടെ ഭൂമിശാസ്ത്രമായിട്ടുള്ള സവിശേഷതകൾ, ഉപജീവനം എന്നിവ ഉൾപ്പെടുത്തി സ്കിറ്റ് തയ്യാറാക്കാനാണ് പറയുന്നത്. അപ്പോൾ അത് ക്ലാസ്സിൽ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക. ഇനി അവിടുത്തെ രാഷ്ട്രീയപരമായിട്ടുള്ള കാര്യം എങ്ങനെയായിരുന്നു എന്ന് നോക്കാം. അഥവാ നമ്മൾ നേരത്തെ ഉള്ള ഭൂപടത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 3 രീതിയിലായിരുന്നു അവരുടെ എന്തുണ്ടായിരുന്നത് ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ പ്രാചീന തമിഴകത്തിൽ ഭരണം നടത്തിയിരുന്നത് ആരൊക്കെയായിരുന്നു? അവിടെ ചേരർ, ചോളർ, പാണ്ഡ്യർ, ഇതൊക്കെയായിരുന്നു. ഈ 3 വിഭാഗങ്ങളായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അപ്പോൾ പ്രാചീന തമിഴകം ഭരിച്ചിരുന്ന ചേര, ചോള, പാണ്ഡ്യ ഭരണാധികാരികളെ ഒന്നായി മൂവേന്തർ അഥവാ മൂവരശർ എന്നാണ് അറിയപ്പെട്ടിരുന്നത്.
തമിഴകത്തിൽ നിരവധി ഭരണകൂടങ്ങൾ നിലനിന്നിരുന്നുവെങ്കിലും മൂവേന്തർക്കായിരുന്നു അധികാര പദവി ഉണ്ടായിരുന്നത്. ഈ രാജാക്കന്മാരെ കോൻ, കടുംകോ എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഏതൊക്കെയാണ് അവരുടെ മൂവേന്തർമാർ ആരൊക്കെയാണ്, അവരുടെ തലസ്ഥാനം ഏതൊക്കെയാണെന്ന് അവിടെ എഴുതി കൊടുക്കണം. ചേരർ നമ്മൾ പറഞ്ഞു വഞ്ചിയല്ല റാഞ്ചിയാണ് കേട്ടോ. ഇനി ചോളർ എന്ന് പറയുന്നത് ഉറയൂരാണ്. പാണ്ഡ്യർ എന്ന് പറയുന്നത് മധുരയാണ്. ഓക്കെ, മധുരൈ. ഇവിടെ നമ്മൾ നേരത്തെ നോക്കിയ ഈ ഒരു ഇതിലുണ്ടായിരുന്നു കണ്ടോ, വഞ്ചി തന്നെ കേട്ടോ. ചേരർ വഞ്ചി, ചോളർ ഉറയൂര്, പാണ്ഡ്യർ മധുരൈ. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ നിങ്ങൾ എഴുതി കൊടുക്കേണ്ടത്. ഇനി സംഘകാലത്തിനു ശേഷം ചേരരുടെ നിയന്ത്രണത്തിൽ കീഴിലായ പ്രദേശങ്ങൾ പിൽക്കാലത്ത് പെരുമാക്കന്മാരുടെ ഭരണത്തിന് കീഴിലായി. പെരുമാക്കന്മാർ. ഇനി മഹോദയപുരത്തെ പെരുമാക്കന്മാരെ കുറിച്ചാണ് അടുത്തത് നമ്മൾ നോക്കുന്നത്. C9 നൂറ്റാണ്ടിൽ ഇന്നത്തെ കൊടുങ്ങല്ലൂരിനടുത്തുള്ള മഹോദയപുരം അഥവാ മഗോദയ എന്നായിരുന്നു അന്ന് അറിയപ്പെട്ടിരുന്നത്. അത് കേന്ദ്രമാക്കി പെരുമാൾ ഭരണം സ്ഥാപിക്കപ്പെട്ടു. പെരുമാക്കൾ പിൽക്കാലത്ത് ചേരർ എന്ന് അറിയപ്പെട്ടു. ഇവിടുത്തെ രാജാക്കന്മാർ പെരുമാള്, ചേരന്മാര്, കുലശേഖര എന്നിങ്ങനെയുള്ള സ്ഥാനപ്പേരുകൾ സ്വീകരിച്ചിരുന്നു. അപ്പോൾ മഹോദയപുരം എന്ന് പറയുന്നത് C9 നൂറ്റാണ്ട് മുതൽ 12 നൂറ്റാണ്ടിൻ്റെ തുടക്കം വരെ ഭരണം നടത്തിയിരുന്ന പെരുമാക്കന്മാരുടെ തലസ്ഥാനമായിരുന്നു മഹോദയപുരം. വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പ്രമുഖ കേന്ദ്രം കൂടെയായിരുന്നു ഇത് എന്ന നിലയിൽ ദക്ഷിണേന്ത്യയിൽ പ്രസിദ്ധമായിരുന്നു മഹോദയപുരം. ഓക്കെ, രാമരാജശേഖർ, താണുരവി, ഇന്ദുഗോദ, ഭാസ്കര രവി എന്നിവർ ഇവിടുത്തെ പ്രധാന ഭരണാധികാരികളായിരുന്നു. ഇനി അടുത്തത് എന്താണ്? പെരുമാൾക്കാരമാണ് അല്ലേ. പെരുമാൾക്കാരുടെ ആ ഒരു ഭരണത്തെക്കുറിച്ചാണ് പറയുന്നത്. പെരുമാൾ ഭരണകാലത്ത് രാജ്യത്തെ വിവിധ നാടുകളായി തിരിച്ചിരുന്നു. നാടുകളെ ദേശങ്ങളായും ദേശങ്ങളെ കരകളായും വിഭജിച്ചിരുന്നു. നാടുകളുടെ ഭരണം നാടുവാഴികളും ദേശങ്ങളുടെ ഭരണം ദേശവാഴികളുമാണ് നിർവഹിച്ചിരുന്നത്. ദേശവാഴികൾ ജനകീയ സ്വഭാവമുള്ള ദേശകൂട്ടങ്ങളുടെ നിയന്ത്രണത്തിലായിരുന്നു ഭരിച്ചിരുന്നത്. കരകളുടെ ഭരണം നിർവഹിച്ചിരുന്നത് പഞ്ചായത്തുകളായിരുന്നു. ഭരണതലത്തിൽ ഏറ്റവും ഉയർന്ന സ്ഥാനം പെരുമാളിനായിരുന്നു. അപ്പോൾ പെരുമാൾ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു ആശയപടം പൂരിപ്പിക്കണം. പെരുമാൾ രാജ്യം എന്ന് പറയുന്നത് എന്തായി? പെരുമാളായിരുന്നു ഭരിച്ചിരുന്നത്. പിന്നീട് അതിൻ്റെ താഴെ നാടുകളുണ്ടായിരുന്നു, അത് നാടുവാഴികളായിരുന്നു ഭരിച്ചിരുന്നത്. നാടുകളുടെ താഴെ ദേശങ്ങളായിരുന്നു, അത് ദേശവാഴികൾ ഭരിച്ചു. പിന്നീട് കരകളായിരുന്നു, കരകൾ പഞ്ചായത്തുകളായിരുന്നു ഭരിച്ചിരുന്നത്. ഇനി സാമ്പത്തിക പുരോഗതി എങ്ങനെയായിരുന്നു അന്നുണ്ടായിരുന്നത് എന്ന് നോക്കാം. ശക്തമായൊരു സാമ്പത്തിക അടിത്തറ പെരുമാൾ ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. കൃഷിയോടൊപ്പം വാണിജ്യവും അക്കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്നു. വിദേശ രാജ്യങ്ങളുമായുള്ള സുഗന്ധവ്യഞ്ജന വ്യാപാരവും തുറമുഖങ്ങൾ വഴി ലഭിച്ചിരുന്ന ചുങ്കവും, അതോ ചുങ്കം എന്ന് പറഞ്ഞാൽ നികുതി, പെരുമാൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക മാറ്റങ്ങൾക്ക് കാരണമായി. അക്കാലത്ത് ദക്ഷിണേന്ത്യയിൽ ആകമാനം നിലവിലുണ്ടായിരുന്ന 5 വണ്ണം, മണിഗ്രാമം, വളഞ്ചിയർ, നാനാദേശികൾ തുടങ്ങിയ കച്ചവട സംഘങ്ങളുടെ വാണിജ്യ പ്രവർത്തനം ഈ മേഖലയുടെ സാമ്പത്തിക പുരോഗതിക്ക് സഹായകമായി. ഓക്കെ, അപ്പോൾ ഇതായിരുന്നു അന്നത്തെ സാമ്പത്തിക പുരോഗതി എന്ന് പറയുന്നത്. ഇനി സാംസ്കാരിക ജീവിതം എങ്ങനെയുള്ളതായിരുന്നു എന്ന് നോക്കാം. പെരുമാൾ ഭരണകാലത്ത് സാംസ്കാരിക രംഗത്തും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രധാനമായിട്ടും കാർഷിക ഗ്രാമങ്ങളുടെ കേന്ദ്രം എന്ന നിലയിൽ ക്ഷേത്രങ്ങൾ സാംസ്കാരിക ജീവിതത്തിൻ്റെ പ്രധാന സ്ഥാപനമായിട്ട് മാറി. അതുപോലെ തന്നെ ജനനം മുതൽ ഒരേ തൊഴിൽ തന്നെ ഓരോരുത്തരും പരമ്പരാഗതമായി ചെയ്തു വന്നതിനാൽ ജാതി വ്യവസ്ഥ രൂപപ്പെട്ടു. വാസ്തുവിദ്യ, ശില്പകല, ചിത്രകല, വാദ്യകല, നൃത്തം, സംഗീതം എന്നിങ്ങനെ വിവിധ കലകൾ ക്ഷേത്രങ്ങൾ കേന്ദ്രീകരിച്ച് വികാസം പ്രാപിച്ചു. അനുഷ്ഠാന കലകളായ കൂത്തും കൂടിയാട്ടവും ഈ കാലയളവിൽ വികാസം പ്രാപിച്ചവയാണ്. അപ്പോൾ ഇതൊക്കെയാണ് കൂത്ത്, കൂടിയാട്ടം, ഇതിൻ്റെയൊക്കെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ പെരുമാൾ ഭരണകാലത്തെ സാംസ്കാരിക രംഗങ്ങൾ മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന ചിത്രങ്ങൾ ശേഖരിച്ച് അടിക്കുറിപ്പോടുകൂടി നിങ്ങൾ ഒരു ആൽബം അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ ആൽബം തയ്യാറാക്കാൻ വേണ്ടി പറയുന്നുണ്ട്. ഇനി 12 നൂറ്റാണ്ടിൻ്റെ ആരംഭത്തോടെ പെരുമാക്കന്മാരുടെ ഭരണം ശിഥിലമായി, അതില്ലാതായി. അതോടെ എന്ത് സംഭവിച്ചു? അവരുടെ ഭരണത്തിന് കീഴിലുണ്ടായിരുന്ന പ്രദേശങ്ങളുടെ രാഷ്ട്രീയ ഐക്യം നഷ്ടപ്പെട്ടു. തുടർന്ന് പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന പല നാടുകളും സ്വതന്ത്രമാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നാടുവാഴി സ്വരൂപങ്ങൾ അങ്ങനെയാണ് ഉണ്ടായത്. പെരുമാക്കന്മാരുടെ ഭാഗമായിരുന്ന നാടുകൾ പിൽക്കാലത്ത് നാടുവാഴികളുടെ കീഴിൽ നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് അറിയപ്പെട്ടു. മരുമക്കത്തായ സമ്പ്രദായം അനുസരിച്ച് നിലനിന്നിരുന്ന സ്വയംഭരണ പ്രദേശങ്ങളായിരുന്നു സ്വരൂപങ്ങൾ. മരുമക്കത്തായത്തെ അടിസ്ഥാനമാക്കിയുള്ള കൂട്ടുകുടുംബങ്ങളായിരുന്നു സ്വരൂപങ്ങളെ നിയന്ത്രിച്ചിരുന്നത്. ഇനി എന്താണ് മക്കത്തായവും മരുമക്കത്തായവും എന്ന് നോക്കാം.
പണ്ട് കാലത്ത് കേരളത്തിൽ നിലനിന്നിരുന്ന തുടർച്ചാവകാശ രീതികളാണ് മക്കത്തായവും മരുമക്കത്തായവും എന്ന് പറയുന്നത്. അഥവാ പിന്തുടർച്ചാവകാശം പിതാവിൽ നിന്ന് മക്കൾക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണിത്. ആ ഒരു രീതിയാണ് നമ്മൾ മക്കത്തായം എന്ന് പറയുന്നത്, അഥവാ പിതാവിൽ നിന്നും മക്കൾക്ക്. ഇനി എന്നാൽ പിന്തുടർച്ചാവകാശം ഇല്ല എങ്കിൽ സഹോദരിയുടെ പുത്രന്മാർക്ക് കൈമാറ്റം ചെയ്യുന്ന രീതിയാണ് മരുമക്കത്തായം. ഓക്കെ, അപ്പോൾ ഈ രണ്ടിതായിരുന്നു പണ്ട് നിലനിന്നിരുന്നത്. അപ്പോൾ പ്രധാനമായിട്ടും നാടുവാഴി സ്വരൂപങ്ങൾ ഒന്ന് കോലോത്ത് നാടാണ്, കണ്ണൂരിലുള്ളതാണ്. നെടിയുരുപ്പ് കോഴിക്കോടാണ്. പെരുമ്പടപ്പ് കൊച്ചി, തൃപ്പാപ്പൂര്, വേണാട് എന്നിവയായിരുന്നു പ്രധാനമായിട്ടുള്ള സ്വരൂപങ്ങൾ എന്ന് പറയുന്നത്. നാടുവാഴി ഭരണത്തിൻ്റെ വ്യാപനത്തോടെ ജന്മി സമ്പ്രദായം വ്യാപകമായി. മധ്യകാല കേരളത്തിലെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ വ്യവസ്ഥകളെ നിയന്ത്രിച്ചിരുന്ന സംവിധാനമായിരുന്നു ജന്മി സമ്പ്രദായം എന്ന് പറയുന്നത്. നമ്മുടെ വീട്ടിലെ പ്രായമുള്ളവരൊക്കെ ചിലപ്പോൾ പറയും നമ്മുടെ പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ വീടൊക്കെ നിൽക്കുന്ന സ്ഥലം ഇന്ന ജന്മിയുടെ അല്ലെങ്കിൽ ജന്മി പറമ്പായിരുന്നു എന്നൊക്കെ പറയാറുണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ്. ജന്മി സമ്പ്രദായത്തിൻ്റെ വ്യാപനത്തിൻ്റെ ഫലമായാണ് നാടുവാഴി സ്വരൂപങ്ങൾ ഉയർന്നു വന്നത്. അപ്പോൾ പ്രധാനമായിട്ടുള്ള നാടുവാഴി സ്വരൂപങ്ങൾ നോക്ക് കോലോത്ത് നാട്, നെടിയുരുപ്പ്, പെരുമ്പടപ്പ്, തൃപ്പാപ്പൂര് എന്നിവയൊക്കെ ആയിരുന്നു. ഇനി ഇവിടെ ചോദിക്കുന്നുണ്ട് ഇതിൽ ഏതൊക്കെയാണ് പ്രധാനമായിട്ടുള്ള നാടുവാഴി സ്വരൂപങ്ങൾ എന്ന് ചോദിക്കുന്നുണ്ട്. ഒന്ന് കോലോത്ത് നാട് സ്വരൂപം കണ്ണൂര്, നെടിയുരുപ്പ് സ്വരൂപം കോഴിക്കോട്, പെരുമ്പടപ്പ് സ്വരൂപം കൊച്ചി, തൃപ്പാപ്പൂർ സ്വരൂപം വേണാട്. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുണ്ടായിരുന്നത്. ഇനി പ്രധാന നാടുവാഴി സ്വരൂപങ്ങളെ കുറിച്ച് കൂടുതൽ പരിചയപ്പെടാം. കോലോത്ത് നാട് നമ്മൾ പറഞ്ഞു കണ്ണൂരാണ്. കണ്ണൂർ കേന്ദ്രമാക്കിയായിരുന്നു അവരുടെ ഭരണം. ഭരണാധികാരി കോലത്തിരി എന്ന് അറിയപ്പെടുന്നു. ഇനി നെടിയുരുപ്പ് സ്വരൂപം കോഴിക്കോട് കേന്ദ്രമാക്കിയായിരുന്നു. ഭരണാധികാരി സാമൂതിരി എന്ന് അറിയപ്പെടുന്നു. മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം ലഭിച്ചതോടെ സാമൂതിരിയുടെ പ്രശസ്തി വർദ്ധിച്ചു. ഇനി പെരുമ്പടപ്പ് സ്വരൂപം കൊടുങ്ങല്ലൂർ പ്രദേശമാണ് പെരുമ്പടപ്പ് സ്വരൂപമായി മാറിയത്. പിൽക്കാലത്ത് കൊച്ചി രാജവംശം എന്ന പേരിൽ അറിയപ്പെട്ടു. അടുത്തത് തൃപ്പാപ്പൂർ സ്വരൂപമാണ്. വേണാടാണ്. കേരളത്തിന്റെ തെക്കേ അറ്റത്തായി സ്ഥിതി ചെയ്യുന്ന സ്വരൂപമാണിത്. പിന്നീട് തിരുവിതാംകൂർ എന്ന പ്രബല നാട്ടുരാജ്യമായിട്ട് ഇത് പരിണമിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി വേണാട് തിരുവിതാംകൂർ എന്ന ശക്തമായ രണ്ടു നാട്ടുരാജ്യമായി വികാസം പ്രാപിച്ചത് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ കാലത്തായിരുന്നു. ശക്തൻ തമ്പുരാനാണ് പെരുമ്പടപ്പ് സ്വരൂപത്തെ കൊച്ചി രാജ്യമാക്കി മാറ്റിയത്. ഇനി മാർത്താണ്ഡവർമ്മയുടെയും ശക്തൻ തമ്പുരാന്റെയും ചില പരിഷ്കാരങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ഇപ്പം അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ ഭൂപ്രമാണിമാരായ 8 വീട്ടിൽ പിള്ളമാരെയും മാടമ്പിമാരെയും അമർച്ച ചെയ്തു. രാജ്യത്തെ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി തൃപ്പടിദാനം നടത്തി. ഇതൊക്കെയായിരുന്നു പ്രധാനമായിട്ടുള്ള പരിഷ്കാരങ്ങൾ. ഇനി ശക്തൻ തമ്പുരാനിലേക്ക് വരികയാണെങ്കിൽ നാടുവാഴികളെ അമർച്ച ചെയ്തു. വാണിജ്യ കേന്ദ്രങ്ങൾ ആരംഭിച്ചു. തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചതും ഈ ശക്തൻ തമ്പുരാൻ തന്നെയാണ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു മാമാങ്കത്തെ കുറിച്ചിട്ട് അല്ലേ. എന്താണ് ശരിക്കും മാമാങ്കം എന്ന് പറഞ്ഞാൽ ഭാരതപ്പുഴയുടെ തീരത്ത് തിരുനാവായിൽ 12 വർഷത്തിലൊരിക്കൽ കൊണ്ടാടിയിരുന്ന ഉത്സവമാണ് മാമാങ്കം എന്ന് പറയുന്നത്. വള്ളുവ നാട്ടിലെ ഭരണാധികാരിയായിരുന്ന വള്ളുവ കോനോത്തിരിയിൽ നിന്നും മാമാങ്കത്തിന്റെ രക്ഷാപുരുഷ സ്ഥാനം പിൽക്കാലത്ത് സാമൂതിരി പിടിച്ചെടുക്കുകയാണ് ചെയ്തത്. ഇത് നമ്മൾ പറഞ്ഞു തൃപ്പടിദാനം നടത്തിയല്ലേ, അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ നടത്തിയെന്ന് പറഞ്ഞു. എന്താണ് തൃപ്പടിദാനം? 1750 ജനുവരി 3-ാം തീയതിയാണ് അനിഴം തിരുനാൾ മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയത്. തിരുവിതാംകൂറിലെ കുലദൈവമായിരുന്ന ശ്രീ പത്മനാഭന് തന്റെ അധികാരത്തിന്റെ അടയാളമായ ഉടവാൾ അടിയറ വെച്ച് അദ്ദേഹം പത്മനാഭദാസനായി മാറിയതാണ് തൃപ്പടിദാനം എന്നറിയുന്നത്. അതിന് കവിഞ്ഞ പ്രഭുത്വ ഭീഷണിയെ നേരിടുന്നതിന് വേണ്ടി മാർത്താണ്ഡവർമ്മ തിരുവിതാംകൂർ ഭരണത്തിൽ വരുത്തിയ മാറ്റത്തിന്റെ ഭാഗമായിരുന്നു ഇതെന്ന് പറയുന്നത്. ഇനി പ്രാചീന തമിഴകത്തിന്റെ ഭാഗമായിരുന്ന കേരളം പെരുക്കന്മാരുടെയും ഭരണത്തോടെ ഒരു പ്രത്യേക രാഷ്ട്രീയ മേഖലയായി രൂപപ്പെട്ടു. എന്നാൽ പെരുമാൾ ഭരണത്തിന്റെ തകർച്ച ആ രാഷ്ട്രീയ ഐക്യത്തെ ശിഥിലമാക്കി. സ്വതന്ത്ര സ്വയംഭരണ പ്രദേശങ്ങളായി നാടുവാഴി സ്വരൂപങ്ങൾ രൂപപ്പെട്ടത് മധ്യകാല കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ ബന്ധങ്ങളെ മാറ്റിമറിച്ചു. പിൽക്കാലത്ത് ഈ നാടുവാഴി സ്വരൂപങ്ങളിൽ നിന്ന് രൂപപ്പെട്ട നാട്ടുരാജ്യങ്ങൾ ഏകീകരിക്കപ്പെട്ടാണ് ഇന്നത്തെ കേരളം രൂപം കൊണ്ടത്. അപ്പോൾ ഇങ്ങനെയായിരുന്നു കേരളം എന്ന് പറയുന്ന ഇന്ന് നമ്മൾ കാണുന്ന ഈ കേരളത്തിലേക്ക് വന്ന മാറ്റം. അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനുശേഷമാണ് ഇന്ന് കാണുന്നതിലേക്ക് വന്നതും. എന്നാലും അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ രീതിയിൽ ആയിരുന്നു. ഇതോടുകൂടി നമ്മുടെ പാഠഭാഗം കഴിഞ്ഞു. ഇനി ഇവിടെ തുടർ പ്രവർത്തനങ്ങൾ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കൂട്ടുകാർ വായിച്ച് മനസ്സിലാക്കി ചെയ്യാം. അടുത്ത പാഠഭാഗം 9ാമത്തെ പാഠഭാഗമാണ്. ഭരണഘടനയ്ക്കൊരു മുഖവുര എന്നുള്ളതാണ്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.